ജനകീയ വികസന ഫോറം 2017 മുതൽ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന ഈരാറ്റുപേട്ട വികസന കാര്യത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമില്ല. പല കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ടിന് എതിരായിട്ട് നമ്മൾ പരാതി കൊടുത്ത് അത് കുറെയെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സെക്രട്ടറി ഹസീബ് പറയും. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. ബഹുമാന്യനായ പ്രസിഡന്റ് ഷെരീഫ് മംഗനാൽ, പ്രിയപ്പെട്ട കെ പി മുജീബ്, യൂസഫ് ദുബ, അഷ്റഫ് സാഹിബ്, ശബ്ദം കേൾക്കുന്നവരെ, വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജനകീയ വികസന ഫോറം ഇന്ന് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പക്ഷേ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലെ കുറച്ച് പേപ്പറുകളും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വൈകിയത്. പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ന് വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശം. ഈരാറ്റുപേട്ടയിലെ സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടു. അതിനോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട തീവ്രവാദ ഭീകരവാദ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന കോലാഹലങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷേ പലരും അത് മറന്നെങ്കിലും ജനകീയ വികസന ഫോറം പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് അതങ്ങനെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൽ നടന്ന ചില സംഭവവികാസങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നാട്ടിലൊരു വികസനം നടന്നില്ല എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഏറെ സൗഹാർദ്ദത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിനെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒന്ന് ജനങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. കൂടുതൽ വിശദീകരണത്തിലൊന്നും കടക്കാതെ വിഷയത്തിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ഒരു സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നു, അത് നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. 2021 രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലാണ് ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷന് വേണ്ടി ഫണ്ട് അനുവദിച്ചത്. 2021 ജൂൺ മാസത്തിലാണ് ബജറ്റിൽ സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വെച്ചത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു വികസന സ്വപ്നത്തെ സ്വീകരിക്കുകയുണ്ടായി. കാരണം ഈരാറ്റുപേട്ടയുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈരാറ്റുപേട്ടയിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക എന്നുള്ളത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ MLAക്ക് വേണ്ട സപ്പോർട്ടുകളും പിന്തുണയൊക്കെ നൽകി. അവസാനം ഒരു 5-6 മാസത്തിന് ശേഷം ഇതെവിടെ നിർമ്മിക്കണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് നാട് കടന്നു. അപ്പോൾ എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഉചിതമാകുന്ന ഒരു പ്രദേശത്തിൽ ഈ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാനാണെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ 2021 ഡിസംബർ മാസം 30-ാം തീയതി അന്നത്തെ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ നഗരസഭയിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സർവകക്ഷി മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ ഈരാറ്റുപേട്ട വടക്കേക്കരയിലുള്ള ബ്ലോക്ക് നമ്പർ 48-ൽ റിസർവേ നമ്പർ 49/13 2.80 സെന്റ് സ്ഥലം, അതായത് 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് കിടക്കുന്ന ആ പ്രദേശത്ത് സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് നയിക്കകണ്ടേന്. അങ്ങനെ ആ യോഗം പിരിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ മുമ്പോട്ട് പോക്കിൽ 2022 ഒക്ടോബറിൽ ഈ പറയുന്ന രൂപത്തിൽ നമ്മുടെ ഇവിടത്തുള്ള നഗരസഭയുടെയും MLAയുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി 2022 ഒക്ടോബറിൽ ഒരു മീറ്റിംഗ് ചേർന്നു. അതായത് ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും MLAയും ജില്ലാ ചീഫും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗിലാണ് ഈരാറ്റുപേട്ടയിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഈരാറ്റുപേട്ട നഗരസഭയുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സർവകക്ഷികളുടെ എല്ലാം തീരുമാനമനുസരിച്ച് ഈരാറ്റുപേട്ട വടക്കേക്കരയിൽ തന്നെ നിർമ്മിക്കാം. അവിടുത്തെ ഭൂമിയിൽ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് 1 ഏക്കർ 40 സെന്റ് സ്ഥലത്ത് ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷനും ബാക്കിയുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനുമായി പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ ആ തീരുമാനമെടുത്ത് 1 വർഷം പിന്നിട്ടിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഫണ്ട് അനുവദിച്ചു എന്നല്ലാതെ യാതൊരുവിധ നീക്കങ്ങളും നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു MLA-യുമായി ഒരു പ്രസ് മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. സിവിൽ സ്റ്റേഷന് ഫണ്ട് അനുവദിച്ചിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളമായി, അതിന്റെ നീക്കങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര വകുപ്പ് ചെറിയൊരു തടസ്സം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പേപ്പറും കൂടെ ക്ലിയർ ആയാൽ അത് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് എന്താണ് ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു തടസ്സം പറയാനുണ്ടായ കാരണം എന്നുള്ള അന്വേഷണം, അതിനൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ വിശദീകരിക്കാത്തതില്ല. ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ റവന്യൂ വകുപ്പിൽ ഇതുപോലെ ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ട് പോലീസ് വകുപ്പിൽ ഒരു വിവരാവകാശം കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ നോക്കി. ആ പേപ്പർ വളരെ ഞെട്ടിക്കുന്ന ഒരു പിന്നെ ഒരു റിപ്പോർട്ടായിരുന്നു എന്നുള്ളത് അന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. അതായത് ഞാൻ പറഞ്ഞു ആദ്യം ഈ 2022 നവംബർ മാസം ഇങ്ങനെ കൂടി തീരുമാനിക്കുകയും 1 ഏക്കർ 40 സെന്റ് സ്ഥലം ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിന്റെ തൊട്ട് 2 മാസം കഴിഞ്ഞു 2022 ഡിസംബർ മാസം 22-ാം തീയതി അന്നത്തെ ജില്ലാ ചീഫായിരുന്ന കെ കാർത്തിക് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് നൽകിയെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് 3/8/2023 അന്നാണ് ഈ വിവരാവകാശ റിപ്പോർട്ട് കിട്ടുന്നത്. ഈ വിവരാവകാശ റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇദ്ദേഹം ഇതിനുള്ള ഒരു തടസ്സം പറയാൻ എന്താണ് കാരണം എന്ന് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. അപ്പോൾ ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം പോലീസ് സ്റ്റേഷന്റെ പരിസരത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സ്പെഷ്യൽ ഫാക്ട് ഓഫ് റിലീജിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മതപരമായ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു നാടാണ്. മാത്രമല്ല ഒരു ടെററിസ്റ്റ് പ്രോബ്ലം ഈരാറ്റുപേട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. ലോ ആൻഡ് ഓർഡറും ക്രമസമാധാന പ്രശ്നവുമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ഒരു സിവിൽ സ്റ്റേഷൻ വന്നാൽ അത് ഒരു ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. നമ്മൾ MLA-യോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയൊരു തടസ്സമുണ്ട് എന്നാണ് പറഞ്ഞത്. ചെറിയൊരു തടസ്സം, ഇത്ര വലിയൊരു തടസ്സമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോ പിന്നെയും നമുക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഉത്തരവാദപ്പെട്ടവരൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ അപ്പുറവും ഇപ്പുറവും 2 തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 മദ്യഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു ആഭ്യന്തര സുരക്ഷ, അവരുടെ ആഭ്യന്തര ഭീഷണി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത്ര ആലോചന മനസ്സിലായി. അപ്പോൾ ജനകീയ വികസന ഫോറം വീണ്ടും ഈ വിഷയത്തിൽ ഒരു മീറ്റിംഗ് ചേർന്ന് പറഞ്ഞു ഇതെന്താ, എവിടെ നിന്നാണ് റിപ്പോർട്ട് വന്നതെന്ന് അറിയണമല്ലോ എന്ന് കരുതി ഇതിന്റെ വിഷയം അറിയാൻ വേണ്ടി നമ്മളൊരു 2023 12-ാം മാസം ഒരു വിവരാവകാശം നൽകി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ. അപ്പോൾ സ്റ്റേഷൻ നൽകിയപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യപ്പെട്ടത് 2017 മുതൽ 2022 ഈ പറയപ്പെടുന്ന റിപ്പോർട്ട് കൊടുത്ത കാലയളവ് വരെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണമാണ് നമ്മൾ ചോദിച്ചത്. കാരണം ഇവർ പറഞ്ഞല്ലോ ഇവിടെ മതപരമായ എന്തോ വിഷയം നിലനിൽക്കുന്നു. കാരണം നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമുദായത്തിലെ ആൾക്കാർ തിങ്ങി താമസിക്കുമ്പോൾ ഇതര മതസ്ഥരായ ആൾക്കാരോട് അല്ലെങ്കിൽ അവരുടെ മതപരമായ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുമ്പോഴാണല്ലോ അങ്ങനെ പറയുന്നത്. മാത്രമല്ല ഇവിടെ ടെററിസ്റ്റ് പ്രോബ്ലം നിൽക്കുന്നുണ്ട്. ഭയങ്കര ഇവിടെ ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു ജില്ലാ ചീഫ് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ വസ്തുത അറിയണം. അങ്ങനെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തു. ഇത് ഈ 2017 മുതൽ 2027 വരെ ഈരാറ്റുപേട്ട റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം ആവശ്യം. അപ്പൊ അങ്ങനെ കൊടുത്തത് 8/12/2023 പക്ഷേ തൊട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റിപ്പോർട്ട് തരേണ്ടതാണ്. റിപ്പോർട്ട് നൽകി. ഇത് വിവരാവകാശ നിയമത്തിലെ പ്രത്യേക ഒരു വകുപ്പ് അനുസരിച്ച് ഇത് രഹസ്യ സ്വഭാവമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് റിപ്പോർട്ട് തരാൻ പ്രയാസമെന്ന് പറഞ്ഞു. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ആ കേസ് തള്ളി. അപ്പോൾ അപ്പീൽ അധികാരിയായ DYSPക്ക് ഈ വിഷയം ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരു അപ്പീൽ നൽകി. അദ്ദേഹവും അതേ മറുപടി തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ഇത് രഹസ്യ സ്വഭാവമുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അവസാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷന് വീണ്ടും ഒരു അപ്പീൽ അധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇതൊരു രഹസ്യ സ്വഭാവമുള്ള സംഗതിയല്ല, ഇത് വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തേക്കാൻ പറഞ്ഞു.
അങ്ങനെ ഏതാണ്ട് ഈ വിവരാവകാശം കൊടുത്ത് ഒരു 10 മാസത്തിനുള്ളിൽ, ഒരു മാസം കൊണ്ട് കിട്ടേണ്ട രേഖയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരവാദപ്പെട്ട ഒരു പോലീസുകാരൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാസം കൊണ്ട് തരേണ്ട ഈ ഉത്തരം കൃത്യം 10 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത്. 12/10/2024 ഇതിന് മറുപടി നമുക്ക് കിട്ടുന്നത്. അതും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അപ്പൊ ഈ മൂന്ന് ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്, അല്ലെ? 3 ചോദ്യം നമ്മൾ ചോദിച്ചു. അപ്പം ആദ്യത്തെ 2 ചോദ്യത്തിനും നോ നോ എന്നാണ് അവർ ഉത്തരം നൽകിയത്. അതിന്റെ രേഖ ബഹുമാനായ പ്രസിഡന്റ് കയ്യിൽ ഇരിപ്പുണ്ട്. ഇവിടെ അവർ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഫാക്ട് ഓഫ് റിലീജിയസ് മാറ്റേഴ്സ്, മതപരമായി എന്തെങ്കിലും വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് നോ എന്നാണ് ഉത്തരം നൽകിയത്. ടെററിസ്റ്റ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടോ, അതിനും നോ ആണ് അവർ ഉത്തരം നൽകിയത്. മൂന്നാമത്തെ ഒരു ചോദ്യം ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് കുറെ കേസുകൾ ലിസ്റ്റ് തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട നഗരസഭയുടെ കീഴിൽ മാത്രമുള്ളതല്ല. ഇത് 5 പഞ്ചായത്തുകൾ, അല്ലെ? 4 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈരാറ്റുപേട്ട പോലീസ് പരിധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പഞ്ചായത്തും 3 വാർഡുകൾ. അതെ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ അതാണ് റിപ്പോർട്ട്. ഈ ഇങ്ങനെ ഉള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ തന്ന റിപ്പോർട്ടാണ്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നു, മറുഭാഗത്ത് ഇങ്ങനത്തെ കേസുകളൊന്നും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ റിപ്പോർട്ട് റിലീസ് ആയത് മുതൽ ഈ നാട്, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന നാടിനെ വളരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എനിക്കൊന്ന് രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു എന്ന് തോന്നുന്നു. കാരണം ക്രമസമാധാന കേസുകളുടെ എണ്ണം 69 എണ്ണം ഈ 2017 തൊട്ട് 22 വരെ 69 കേസുകളുണ്ട് ക്രമസമാധാനം. അത് ഈ പറഞ്ഞാൽ ഈ പെറ്റി കേസ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഇതിനകത്ത് വരും. അപ്പോ ഇങ്ങനെ നാടിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതായത് 2023 മുതൽ 2024 വിവരാവകാശം കിട്ടുന്നവരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ജില്ലാ ചീഫ്, ഒരു ജില്ലയുടെ ഉത്തരവാദപ്പെട്ട ജില്ലാ ചീഫാണ് ഈരാറ്റുപേട്ട ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ റിപ്പോർട്ട് മാറ്റാൻ വേണ്ടി അനേകം പ്രവർത്തനം നടത്തി. ഏറ്റവും അവസാനം ഞങ്ങൾ DGPക്ക് ഒരു കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ചീഫായ ഷാഹുൽ ഹമീദിന്റെ ആ സമയത്താണ് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുകയും കറക്റ്റ് വസ്തുതാപരമായ കാര്യങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും തിരുത്തി കുറെ ഭാഗം തിരുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് അത് നിൽക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. എന്നാലും അതിന്റെ ഏറ്റവും അവസാന എൻഡിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം ഈ വിഷയങ്ങളെല്ലാം നടന്ന് നിങ്ങൾക്കറിയാം, 2021 ബജറ്റിലാണ് സിവിൽ സ്റ്റേഷന് വേണ്ടി ഫണ്ട് അനുവദിച്ചത്. 2024 വരെ ഇങ്ങനെ പോയി. അവസാനം നാട്ടിൽ നിന്നുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ വെച്ചിട്ട് വളരെ ജനപ്രതിനിധികളെ വളരെ സമ്മർദ്ദത്തിലായപ്പോൾ എന്നാൽ ഈരാറ്റുപേട്ടയ്ക്ക് ഫണ്ട് അനുവദിച്ചതിന് സ്ഥലം അനുവദിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയോടൊപ്പം ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷനും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ട സംഖ്യയാണ്. അപ്പം 2 സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ടാണ് അന്ന് ഫണ്ട് അനുവദിച്ചത്. ഏറ്റവും അവസാനം ഏറ്റുമാനൂരിൽ എന്തൊക്കെ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം 6/7/2024 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അന്നത്തെ വകുപ്പ് മന്ത്രി കെ രാജൻ, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ, സംസ്ഥാന പോലീസ് മേധാവി, കളക്ടർ വിഘ്നേശ്വരി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിട്ട് എന്നാൽ ഈ 2 സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം അനുവദിക്കാം എന്ന് തീരുമാനിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം ഇവിടുന്ന് പോയ പ്രപ്പോസൽ എന്ന് പറയുന്നത് 1.40 സെന്റ് സ്ഥലം, 2.80 സെന്റ് സ്ഥലത്തിൽ നിന്നും നേര് പകുതി സിവിൽ സ്റ്റേഷന് കൊടുക്കാമെന്നാണ് ഈരാറ്റുപേട്ടയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചത്. അതിനുശേഷം ഏറ്റവും അവസാനം കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ 1 ഏക്കറെങ്കിലും വേണം സ്ഥലം സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാമെന്ന് പറഞ്ഞു. ഈ മീറ്റിംഗിൽ ഏറ്റവും അവസാനം ചേർന്ന മീറ്റിംഗിൽ അത് 50 സെന്റ് ആയി എന്നുള്ള ഒരു സംഗതി കൂടെ ഉണ്ട്. നമുക്കറിയാം, ഒരു സർക്കാർ സ്ഥാപനമൊക്കെ പണിയുമ്പോൾ 50 സെന്റ് സ്ഥലത്തിൽ എങ്ങനെ പണിയാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അതൊക്കെ ചർച്ച വേറെയാണ്. ഏതായാലും 6/7/2024 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ മീറ്റിംഗിൽ ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി 50 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. 19/9/2024 അതായത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂരിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പേപ്പറുകളെല്ലാം നീങ്ങി അവിടെ അതിന്റെ തറക്കല്ലിട്ടു. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി.
പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ പിന്നെ തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ, അതായത് 6/7/2024 തീരുമാനമെടുത്തിട്ട് ലാസ്റ്റ് ഈരാറ്റുപേട്ടയിൽ തറക്കല്ലിട്ടത് എപ്പോഴാണെന്നറിയോ? 1.25 വർഷത്തിന് ശേഷം, അതായത് 2026 മാർച്ച് മാസം 10-ാം തീയതിയാണ് ഈരാറ്റുപേട്ട തറക്കല്ലിടുന്നത്. അതായത് ഇലക്ഷൻ പ്രോട്ടോകോൾ വരുന്നതിന് ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ്. 2026 ഏപ്രിൽ 9-നായിരുന്നു ഇലക്ഷൻ, അല്ലെ? ഏപ്രിൽ ഇലക്ഷൻ അല്ലേ? അപ്പം അതിന് 1 മാസം മുമ്പാണ് തറക്കല്ലിട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തറക്കല്ലിട്ടതിലും ഒരുപാട് വിവാദങ്ങളുണ്ട്. 2 മാസം കഴിഞ്ഞപ്പോ ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങാൻ വേണ്ടി കളക്ടർ ഇവിടുത്തെ കെട്ടിട വിഭാഗം, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് രേഖ കൈമാറി. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ കളക്ടർ കൊടുത്ത ഓർഡറാണ്, പണിതോടാണ്. 70 സെന്റ് സ്ഥലവും 15 സെന്റ് പാർക്കിങ്ങുമായിട്ട് 81 സെന്റാണ് കൊടുത്തത്. ഏറ്റുമാനൂർ ചോദിച്ചത് 70 സെന്റ്, കൊടുത്തത് 81 സെന്റ്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു പേപ്പർ കൈമാറി അവരവന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. പക്ഷെ അതിനെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നമുക്ക് തറക്കല്ലില്ല. ഈ തറക്കല്ലിട്ടതിനും ഒരുപാട് വിവാദമുണ്ട്. നമ്മൾ അന്നും പറഞ്ഞു, ഇത് അതിന്റെ പേപ്പർ ഭാഗങ്ങൾ കൃത്യമായിട്ട് നീങ്ങിയിട്ടില്ല, ഇത് തിരക്കിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്, ഇതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, അതൊക്കെ പാലിച്ച് വേണം മുമ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രശ്നം വരും എന്നൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. അന്ന് ജനകീയ വികസന ഫോറത്തെയും പൊതുപ്രവർത്തകരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചീത്ത കേൾക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ വന്നു. പക്ഷെ അന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ അവർ നമ്മളോട് ചോദിച്ചു, സിവിൽ സ്റ്റേഷന് വേണ്ടി സ്ഥലം അനുവദിച്ചിട്ടില്ലേ? അവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് ആ സ്ഥലത്തെ മരം വെട്ടിയില്ലേ? മരം വെട്ടി പ്ലാൻ വരച്ചില്ലേ? പ്ലാനും വരച്ചു. എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ കൊടുത്തില്ലേ? ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് നടക്കാനുള്ള കുറെ പ്രവർത്തനങ്ങൾ, അതാണ് വളരെ പ്രോപ്പറായി ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ സർക്കാരിന്റെ ജിയോ കൃത്യമായിട്ട് ഇറങ്ങി അവിടെ ഏത് ഭൂമിയിലാണ് പണിയാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് അത് അളന്ന് തിരിച്ച് അത് റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ കെട്ടിട നിർമ്മാണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അതിന്റെ പേപ്പർ കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഇവിടെ ഈ പറയപ്പെടുന്ന എന്തെങ്കിലും വർക്കുകൾ ഇപ്പോഴും നടന്നിട്ടുണ്ടോ എന്ന് വളരെ ഉത്തരവാദിപൂർവ്വം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇതിന്റെ പെർമിറ്റ്, ഏത് ബിൽഡിംഗ് നിർമ്മിക്കുമ്പോഴും നഗരസഭയുടെ പെർമിറ്റ് വേണം. പക്ഷെ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് ഫയലുകൾ കൊടുത്തിട്ടേ ഉള്ളൂ. അതിന് സ്ഥലത്തിന്റെ രേഖയൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം തിരിച്ചയച്ചിരിക്കുക. പെർമിറ്റ് എന്ന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്ഥലത്തിന്റെ രേഖ കൊടുക്കണമെന്ന് പറഞ്ഞ് നഗരസഭയിൽ നിന്ന് എക്ക് ഇവിടുത്തെ PWD ബിൽഡിംഗ് വിഭാഗം എക്ക് തിരിച്ചു അയച്ചിരിക്കുകയാണ്. അന്നേരം ഇത് യഥാർത്ഥത്തിൽ സ്ഥലത്തിന്റെ വിഷയം എപ്പോഴും നിൽക്കുന്നത്. സ്ഥലത്തിന്റെ ഗവൺമെന്റ് GA ഇറക്കിയിട്ടില്ല, ഗവൺമെന്റ് ഓർഡർ വേണം, അല്ലെങ്കിൽ ഒന്നിലേക്ക് കളക്ടർ ഓർഡർ വേണം. ഇതൊന്നും ഇല്ലാതെ ആണ് ഈ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി കൊടുത്തത്. ഒരു ശൂന്യാകാശത്ത് നിൽക്കുന്ന പോലെ അത് വളരെ കൃത്യമായി രൂപപ്പെടും. ഇപ്പം ഈരാറ്റുപേട്ട ബ്ലോക്ക് നമ്പർ 48 റിസർവേ നമ്പറിലുള്ള ഈ 2.80 സെന്റ് സ്ഥലത്ത് നിന്ന് എത്ര സെന്റ് സ്ഥലമാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ളതെന്ന് അളന്ന് തിരിച്ച് അത് കൃത്യമായ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ ചെന്ന് അതിന്റെ പേരിൽ സർക്കാരിന്റെ ജിയോ ഇറങ്ങി. ആ ജിയോ ഓർഡർ ജില്ലാ കളക്ടർക്ക് വന്ന് ജില്ലാ കളക്ടറാണ് കെട്ടിട വിഭാഗം നിർമ്മാണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പേപ്പർ കൈമാറുന്നത്. അപ്പോഴാണ് ഒരു ബിൽഡിംഗ് പണിയുടെ മുമ്പോട്ട് പോകുന്നത്. എന്തും ആയിക്കോട്ടെ. അപ്പം ഇതാണ് ഇപ്പം ഈരാറ്റുപേട്ട സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം തടയുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ഈ നാടിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി നടത്തിയ പൊറോട്ട നാടകത്തിന്റെ ഏതാണ്ട് ചില ചുരുങ്ങിയ ഭാഗങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പുതിയ ജനപ്രതിനിധി സെബാസ്റ്റ്യൻ MJ MLA വളരെ സ്നേഹത്തോടു കൂടി ജനകീയ വികസന ഫോറത്തിന് പറയാനുള്ള സംഗതി, അതായത് ഈ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം അതിന്റെ പോരായ്മകളും അപാകതകളും എല്ലാം മാറ്റി എത്രയും വേഗം പണിയാനുള്ള ഒരു നീക്കം നടക്കണം. മാത്രമല്ല, കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിൽ ആ ഭരണസമിതിയിലെ തന്നെ പ്രതിനിധിയായിരുന്നു സെബാസ്റ്റ്യൻ MLA. അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പോലീസ് റിപ്പോർട്ട്, ഇത് വളരെ വിവാദമായ പോലീസ് റിപ്പോർട്ട്, ഈ നാടിനെ കളങ്കപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ഞങ്ങളെ വ്യക്തികളെ ആരെങ്കിലും കളങ്കപ്പെടുത്തിയ വിഷയമില്ല. വളരെ വസ്തുതാവിരുദ്ധമായ ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഓരോ നാട്ടിലും വികസന പ്രവർത്തനം നടക്കുന്നറിയാം. ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ ജനപ്രതിനിധിയായ MLA യും ഒക്കെയാണ് ഒരു വികസനം നാട്ടിൽ വരണമെന്ന് തീരുമാനിക്കുന്നത്.
പക്ഷെ ഇതൊരു പോലീസുകാരന്റെ റിപ്പോർട്ടിന്മേൽ 2021 ഫണ്ട് അനുവദിച്ച ആ ആ വലിയൊരു പദ്ധതി, ആ പദ്ധതിയെ തടഞ്ഞ് 2026 വരെ ആ 5 വർഷക്കാലം ഈ ഒരു പദ്ധതി ഒരു പോലീസിന്റെ റിപ്പോർട്ട് കൊണ്ട് തടഞ്ഞിട്ടിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ MLA-ക്കാണോ ജനപ്രതിനിധിക്കാണോ വിലയുള്ളത്, അതെല്ലാം ഇവിടെ ഒരു ഭരണകൂടത്തിനാണോ, അതെല്ലാം ഒരു പോലീസിന്റെ റിപ്പോർട്ടാണോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ജനകീയ വികസന ഫോറത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി അയച്ചിരുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്ത, വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസുകാരെ ജനമധ്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവർ മാതൃകാപരമായി ശിക്ഷിക്കണം. കാരണം ഇനി ഒരു പോലീസുകാരൻ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നു, നാട്ടിൽ വസ്തുതയാണെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ജനപ്രതിയോട് പറയാനുള്ളത്, ഈ കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. സുരക്ഷിതമായി ജോലി ചെയ്യുന്ന എവിടെയൊക്കെയാണെന്നൊക്കെ അറിയില്ല. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ വർത്തമാനം കേൾക്കണ്ട, ആധികാരികമായ രേഖയാണ് ഇവിടെ പറഞ്ഞത്. ഈ പറയപ്പെടുന്ന രൂപത്തിലുള്ള കേസുകളൊന്നും ഈ പറഞ്ഞ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പിന്നെ പത്രസമ്മേളനം വിളിക്കാൻ വൈകിയിരുന്നു. 2022 മുതൽ 2026 വരെ ഈ പ്രസ് മീറ്റിംഗ് നടക്കുന്ന കാലം വരെയും എന്തെങ്കിലും കേസുകൾ ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ പറയുമ്പോഴത്തേക്ക് ആധികാരികമായിട്ട് വേണമെങ്കിൽ പറയാൻ, അല്ലാതെ വെറുതെ ഇവർ പറയുന്നത് പോലെ പറയാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിവരാവകാശം കൊടുത്തു. 2022 മുതൽ 2026 വരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കേസുകൾ ഇവിടെ റിപ്പോർട്ട് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിരിക്കുന്ന മറുപടി. അതുകൊണ്ട് അതിനകത്ത് 2 മതസ്പർദ്ധ കേസുണ്ട്. അതൊന്ന് മാത്യു സാമുവിനെതിരെയുള്ള കേസും ഒന്ന് BCOനെതിരെയുള്ള കേസാണ്. ഇരട്ടക്കെതിരെ പറഞ്ഞ കേസുകൾക്കാണ് ഈ പറയപ്പെടുന്ന മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ടിട്ട് കേസ് എന്നും നമ്മൾ പറയാം. അതുകൊണ്ട് പുതിയ ജനപ്രതിനിധി സെബാസ്റ്റ്യൻ MJ-യോട് സൂചിപ്പിക്കാനുള്ളത് എത്രയും വേഗം ഈ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം മുമ്പോട്ട് കൊണ്ടുപോകണം. മാത്രമല്ല ഈ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വന്ന സംഭവത്തിനിടയിൽ ഈ നാടിനെ അപകീർത്തിപ്പെടുത്തിയ രൂപത്തിൽ പിന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്ത പോലീസുകാരനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനകീയ വികസന ഫോറം കഴിഞ്ഞ 9 വർഷമായി ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടു. ഇരട്ടുപെട്ട സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയാർക്ക് ഉയർത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഇരട്ടുപെട്ട കേന്ദ്രീകൃതമായി പൂഞ്ഞാറ് താലൂക്ക് ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇരട്ടുപെട്ട KSRTC വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങളിലാണ് ഉള്ളത്. പക്ഷേ ഈ സമരങ്ങളൊന്നും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു നാടിന്റെ സങ്കുചിതത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയും. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് 9 ഗ്രാമപഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വികസനം വന്നാൽ തീർച്ചയായിട്ടും ഈ മലയോര പ്രദേശത്ത് സാധാരണക്കാരായ ആൾക്കാർക്കാണ് അതിന് ഫലം കിട്ടുന്നത്. ഈരാറ്റുപേട്ട സർക്കാർ താലൂക്ക് ആശുപത്രിയാക്കി നിർത്തിയാൽ ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? ഈ മലയോര പ്രദേശത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും കുറെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പക്ഷാഭേദത്തിൽ ഈ വിഷയത്തെ കാണാതെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന സംഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായ വിഷയത്തിൽ ജനപ്രതിനിധികൾ തീരുമാനമെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.